നിർമ്മാതാക്കളുടെ സംഘടന ഒരു ലിസ്റ്റ് തയ്യാറാക്കി പുറത്തുവിട്ടിരുന്നു. കാരണം സിനിമാ മേഖലയിലെ നഷ്ടക്കണക്കുകളാണ് അവർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം 100 കോടിയോളം നഷ്ടം വന്നുവെന്ന് സിനിമ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നു. അവരുടെ താരങ്ങളിലെ പ്രതിഫലം കുറയ്ക്കുന്നില്ല, ഈ നഷ്ടമാകാനുള്ള കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സിനിമാ വ്യവസായം വലിയ രീതിയിൽ നഷ്ടം വരുന്നുവെന്ന് പറഞ്ഞിരുന്നു. അന്ന് വലിയ വിവാദങ്ങളുണ്ടായി. ഈ നിർമ്മാതാക്കളുടെ സംഘടന ഈ താരങ്ങളുടെ പ്രതിഫലം ഉൾപ്പെടെ പുറത്തുവിടുന്നു, അതോടൊപ്പം സിനിമയ്ക്കുണ്ടാകുന്ന നഷ്ടം പുറത്തുവിടുന്നു, അത് താരങ്ങളിലെ കരിയറിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷയങ്ങളുണ്ടായി. എന്നാൽ അന്ന് തന്നെ അവർ പറഞ്ഞു എല്ലാ മാസവും കണക്കുകൾ പുറത്തുവിടുമെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ നിലവിൽ 17 സിനിമകൾ ഇറങ്ങി. അത് 16 സിനിമകളുടെ കണക്കാണ്. ഒരു സിനിമയുടെ കണക്ക് അവരുടെ കയ്യിലില്ല. നിർമ്മാതാക്കൾക്ക് അതിനെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചില്ല. 13 കോടി രൂപ മുടക്കിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിയത് 11 കോടി രൂപയാണെന്നാണ് അവർ പറയുന്നത്. 13 കോടി 11 കോടിയാകുമ്പോൾ 2 കോടിയുടെ നഷ്ടം അവർ കാണിക്കുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനകൾ. അത് ഇവിടെ എടുത്തു പറയേണ്ട. അങ്ങനെ 10 കോടി മുടക്കിയ ഗെറ്റ് സെറ്റ് ബേബി 1.5 കോടി രൂപ പോലും നേടിയില്ല എന്നാണ് ഇവർ പറയുന്നത്. 1.5 കോടി രൂപ പോലും നേടിയില്ല. അതോടൊപ്പം 5 കോടിയിലേറെ മുടക്കിയ മച്ചാൻ്റെ മാലാഖ നേടിയത് 40 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി കണക്കുകളിൽ അവർ കൃത്യമായി പറയുന്നത്. അതോടൊപ്പം ദാവീദ് സിനിമയുടെ ബജറ്റ് അവർ പുറത്തുവിട്ടു 9 കോടി രൂപയാണ്. അതിൽ ഷെയർ വന്നത് 3.5 കോടിയാണെന്ന് പറഞ്ഞു. പൈങ്കിളി സിനിമ ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അങ്ങനെ നിരവധി സിനിമകളുടെ കാര്യങ്ങൾ നമ്മൾ റൊമാൻസ് സിനിമയുടെ കണക്കുകൾ പറഞ്ഞാൽ അതിൽ ആ കണക്കും അവർ പുറത്തു വിടുന്നുണ്ട്. അങ്ങനെ അതിന് 8 കോടിയാണ്, 4 കോടിയെ കളക്ട് ചെയ്തുള്ളൂ എന്നുള്ളത് റണ്ണിങ്ങിൽ നിൽക്കുന്ന സിനിമയാണെന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല നിർമ്മാതാക്കളും എന്നെ വിളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ചില ഡയറക്ടർമാർ എന്നെ വിളിച്ചതും അവർക്കുണ്ടാകുന്ന ഒരു ആശങ്ക അവർ പങ്കുവച്ചു. ഇവർ വിട്ടിരിക്കുന്ന കണക്ക് എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 6/2/2025 മുതൽ 28/2/2025 വരെയുള്ള സിനിമയുടെ കണക്കാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില നിർമ്മാതാക്കൾ എന്നെ വിളിച്ച ആശങ്ക പങ്കുവച്ചു. കാരണം ഞങ്ങളുടെ സിനിമയ്ക്ക് ഇതിലും കൂടുതൽ കളക്ട് ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായി പറയുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന കൃത്യമായി ആ റിലീസ് പറഞ്ഞ കേരളത്തിൽ നിന്നും തിയേറ്ററിൽ കിട്ടിയതിന് ഷെയറാണ് ഇവർ അനൗൺസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവർ അനൗൺസ് ചെയ്യുമ്പോൾ, നിർമ്മാതാക്കളുടെ സംഘടന അനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന 2-3 കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. ഇത് വലിയ രീതിയിൽ സിനിമാ വ്യവസായത്തെ ബാധിക്കുന്നുവെന്ന് ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ച നിർമ്മാതാക്കൾ വിളിച്ചിരുന്നു. പുതിയ സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന നിർമ്മാതാക്കൾ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി കുറേ നാളുകളായി ഡയറക്ഷൻ ചെയ്യാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഡയറക്ഷൻ ചെയ്ത ആൾക്കാർക്ക് പുതിയ നിർമ്മാതാവിനെ കിട്ടുമ്പോൾ സിനിമ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇതെല്ലാം ആശങ്കയാവുന്നു. കാരണം മലയാള സിനിമയിൽ കഴിഞ്ഞ മാസവും ഈ മാസവും എല്ലാം വലിയ നഷ്ടമെന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ചങ്കൂറ്റത്തോടുകൂടി സിനിമ എടുക്കാൻ കേരളത്തിലേക്ക് വരില്ല എന്നാണ് ഈ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കണക്കിൽ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കണക്ക് പുറത്തു വിടുമ്പോൾ 17 സിനിമ ഇറങ്ങി അതിലെല്ലാം പരാജയം എന്ന് പറയുമ്പോൾ ഒരു നിർമ്മാതാവും സിനിമ എടുക്കാൻ ഇവിടെ വരില്ല. അപ്പോൾ സിനിമാ വ്യവസായം വലിയ രീതിയിൽ നഷ്ടത്തിലാവും. ഇവിടെ നിർമ്മാതാക്കൾ ഇറക്കുമ്പോൾ ഒരു റിലീസ് അല്ലെങ്കിൽ കണക്കിറക്കുമ്പോൾ 2 കാര്യങ്ങൾ കൃത്യമായി പറയണമെന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ്. കാരണം ഈ സിനിമ വ്യവസായം നടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ OTT ബിസിനസ് ഇല്ല എന്ന് പറയുമ്പോൾ ചില സിനിമകൾ OTT ബിസിനസ് നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇപ്പം പല സിനിമയും OTT ബിസിനസ് നടന്നതും സാറ്റലൈറ്റ് ബിസിനസ് നടന്നതും എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ആളുകളുടെ ബിസിനസ് അത് വലിയ എമൗണ്ടിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സിനിമ ഒരിക്കലും നഷ്ടമല്ല. ആ സിനിമ വിജയിച്ചിരിക്കുകയാണ്. ആ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വിജയമുണ്ട്. അതിൽ അഭിനയിച്ച നടന്മാരെ സംബന്ധിച്ചും വിജയിച്ച സിനിമയാണ്. അതും കൂടെ പറയണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭ്യർത്ഥന. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ഒരു നിർമ്മാതാവും സിനിമ എടുക്കാൻ കേരളത്തിലേക്ക് വരില്ല എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അപ്പം അങ്ങനെ ബിസിനസ് നടത്തി വിജയിച്ച സിനിമയുടെ കണക്ക്, അപ്പോൾ നിർമ്മാതാക്കൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കണക്ക് നിർമ്മാതാക്കൾക്ക് ലഭ്യമല്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. ആ കണക്ക് നിർമ്മാതാക്കൾ ലഭ്യമാക്കണം. ഇത്രയും കണക്കുകൾ ലഭ്യമാക്കാൻ കഴിയുന്നില്ല. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ആ കണക്കും കൂടെ ലഭ്യമാക്കാൻ കഴിയണം. ഓവർസീസ് ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പല സിനിമയിലും ഓവർസീസ് ബിസിനസ് നടക്കുന്ന, ഓവർസീസ് ബിസിനസിനെ കുറിച്ച് പറയുന്നില്ല ഇതിനകത്ത്. അങ്ങനെ വരുമ്പോൾ ചില സിനിമകൾ ലാഭത്തിൽ വരുന്നുണ്ട്. ആ സിനിമ കണക്കുകൾ ഇപ്പം 75 കോടി രൂപ മുടക്കിയിട്ട് 25 കോടിയോളം വരുന്നു. 50 കോടി നഷ്ടമെന്നാണ് ഫെബ്രുവരി മാസത്തിലെ കണക്ക് സൂചിപ്പിക്കുന്നത്. അവർ ആ സിനിമകളിലും ഓവർസീസ് ബിസിനസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു തുക കിട്ടുന്നുണ്ട് നിർമ്മാതാവിന്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ബിസിനസ് നടക്കും, അവിടെ നിന്നൊരു തുക നിർമ്മാതാവിന് കിട്ടുന്നു. OTT ബിസിനസ് നടക്കുന്നു, അവിടെ നിന്നൊരു തുക നിർമ്മാതാവിന് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന സമയത്ത് ആ തുകയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമ ആവറേജ് വിജയിച്ച സിനിമകൾ സത്യസന്ധമായിട്ട് കണക്ക് പുറത്തുവിടാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു നിർമ്മാതാവും മലയാള സിനിമ എടുക്കുന്നതിന് വേണ്ടി ഒരു നിർമ്മാതാവും മലയാള സിനിമയിലേക്ക് വരില്ല എന്നത് കൃത്യമാണ്. പരാജയങ്ങളുടെ കണക്ക് നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ത് ധൈര്യത്തിൽ മലയാള സിനിമ എടുക്കാൻ വരും?
അപ്പം അത് മാറ്റണമെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ഇറക്കുന്ന എല്ലാ മാസവും ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ കൃത്യതയോട് കൂടി ഓവർസീസ് ബിസിനസ് ഇത്രയ്ക്ക് നടന്നിട്ടുണ്ട്. അത് നിർമ്മാതാവിന് ചോദിച്ചാൽ പറഞ്ഞു തരും. അത് നോക്കണം. എത്ര സാറ്റലൈറ്റിനൊക്കെ എത്ര തുക കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചോദിക്കണം. OTT ബിസിനസ് നടന്നിട്ടുണ്ടോ, അതിന് എത്ര രൂപ കിട്ടുന്നുണ്ട്, അങ്ങനെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നഷ്ടമെന്ന് പറഞ്ഞ പല സിനിമകളും വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വിജയിക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ കണക്ക് നോക്കുമ്പോൾ സത്യമാണ്. അതോടൊപ്പം തന്നെ അവർ ബിസിനസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പല സിനിമകളും ഇപ്പോൾ 3-4 സിനിമകൾ ഓടുന്നു, റൺ ചെയ്യുന്നു, ആ സിനിമകളൊക്കെ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയം. ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ആളുകൾ കയറ്റുന്ന ഒരു സ്വഭാവമുണ്ട്, അതിന് പൈസ മുടക്കുന്നുണ്ട്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പൈസ മുടക്കുക, അതൊക്കെ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നും പോകുന്ന ആ കണക്കൊന്നും ഇവിടെ വന്നിട്ടില്ല. ഈ കണക്കുകളെല്ലാം കൂട്ടി വേണം ഒരു സംഘടന ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഒരു റിലീസ് ഇറക്കുക, അതിൻ്റെ കണക്കുകൾ വയ്ക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം മലയാള ഇൻഡസ്ട്രി, സിനിമ ഇൻഡസ്ട്രി വലിയ ഒരു നഷ്ടത്തിലേക്ക് പോകും. ഒരു പ്രൊഡ്യൂസറും സിനിമ എടുക്കാൻ ചങ്കൂറ്റത്തോടു കൂടി വരില്ല. ഇത് താരങ്ങൾക്കും വലിയ രീതിക്ക് നഷ്ടം വരും. കാരണം താരങ്ങൾ ഒരു സിനിമ വിജയിച്ച് അതിന് തൊട്ട് പിന്നാലെ എടുക്കുന്ന സിനിമ പരാജയമാകുമ്പോൾ താരങ്ങളുടെ വാല്യൂ ഇടിഞ്ഞു പോകുന്നു. അതും ഒരു ലക്ഷ്യമുണ്ടോ എന്ന് എനിക്ക് സംശയം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു റിലീസുകൾ ഇറക്കുമ്പോൾ ആ താരങ്ങൾ ശമ്പളം കുറയ്ക്കാത്തതിൻ്റെ ഒരു കലിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പറ്റുന്ന കലിപ്പ്, അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു റിലീസ് ഇറക്കുന്നത് എന്നൊരു സംശയിക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെ റിലീസ് ഇറക്കുമ്പോൾ ഈ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൃത്യതയോടുകൂടി അറിയിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളിലെ പരാജയവും ചില സിനിമകളിലെ സത്യസന്ധമായ വിജയം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ ഞാൻ വാർത്ത ചെയ്തതിൻ്റെ താഴെ കമൻറ്റ് പറഞ്ഞു 50 കോടി എന്ന് പറയുന്ന കള്ളമാണ്, തള്ളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പല സിനിമയും തള്ളും കള്ളവുമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ഞാൻ പറഞ്ഞ രീതിക്ക് കൃത്യതയോടുകൂടി റിലീസ് ഇറക്കി കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടാകില്ല. അല്ലെങ്കിൽ മലയാള സിനിമ എടുക്കുവാൻ വേണ്ടി ഒരു നിർമ്മാതാവും ചങ്കൂറ്റത്തോടു കൂടി കേരളത്തിൽ വരില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ വ്യവസായം നിന്നുപോകും. സ്ഥിരം എടുക്കുന്ന കുറേ നിർമ്മാതാക്കൾ മാത്രം ഉണ്ടാകും. ആ നിർമ്മാതാക്കൾ മാത്രം മതിയോ, പുതിയ നിർമ്മാതാക്കൾ വേണമോ എന്ന് ചിന്തിക്കേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.